Hi guys, welcome back to our channel. Hi. വന്നിരിക്കുന്നത് ഫ്രൂട്ടിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയത് ഇത്തവണ കിട്ടിയത് എന്നൊക്കെയാണ് കാണിക്കാനാണ് കേട്ടോ. എല്ലാ തവണയും അമൃതം പൊടിയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാലോ അമൃതം പൊടി എന്താണെങ്കിലും നമ്മൾ ഒരു അടുപ്പിച്ച് 2 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭയങ്കര ബോറടിക്കും അല്ലേ, പിന്നെ കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആദ്യം കുറുക്കായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ അത് നമ്മൾ റാഗിപ്പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു, പിന്നെ കായ്പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും, അങ്ങനെ കൊടുക്കും. പിന്നെ അതാകുമ്പം വേണ്ടാതാകും. പിന്നെ നമ്മൾ പുട്ടുപൊടിക്കകത്ത് മിക്സ് ചെയ്തൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു ചെറിയ ഫാമിലി ആകുമ്പോൾ അറിയാമല്ലോ, അധികം ഐറ്റംസ് ഒന്നും വേണ്ടി വരികയില്ല. അപ്പോൾ നമ്മൾ 2 മാസം കൂടുമ്പോഴായിരുന്നു അമൃതപ്പൊടി മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 മാസത്തിന് ശേഷം ഇത്തവണ മേടിക്കാൻ ചെന്നപ്പോൾ അമൃതം പൊടി അല്ല കേട്ടോ കിട്ടിയത്. അപ്പം ഇത്തവണ ഫ്രൂട്ടിന് അംഗനവാടിയിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു റാഗി പൗഡറാണ്. നല്ല റാഗി പൗഡർ കേട്ടോ. ഞാനിത് പൗഡറാണ്. ഞാനിത് 2 തവണ കൊടുത്തു. ഞാൻ വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്നത് തൊലിയൊന്നും ഇല്ലാതെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ള പൊടി നല്ലപോലെ അരിച്ചെടുത്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് തൊലിയോടെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വയറുവേദന എടുത്താലോ അല്ലെ കഴിച്ചില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ കൊടുത്തു നോക്കിയപ്പം കഴിച്ചു, കുഴപ്പമില്ല, നല്ല പൊടിയാണ്. ഞാനിത് അരിച്ചാണ് എടുത്ത് നോക്കിയത്. അരിച്ചെടുത്തിട്ട് അതിനകത്ത് യാതൊരു തരിയും എനിക്ക് മിച്ചം കിട്ടിയില്ല കേട്ടോ. അപ്പം നല്ല പൊടിയായിരുന്നു. അപ്പം ഒന്നാമതായിട്ട് റാഗിപ്പൊടിയെ, അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 1/2 കിലോ വല്ല ആയിരിക്കും. കാരണം 1 കിലോയുടെ കൂടാണ്, പക്ഷേ ഇത് പൊട്ടിച്ച കൂടായിരുന്നു. അപ്പോൾ 1/2 കിലോ വല്ല ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഉണ്ട ശർക്കര, ഒരു ശർക്കരയായിട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയുള്ള ശർക്കര കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയേക്കുന്നത് 1 കിലോയുടെ എലൈറ്റിൻ്റെ എൻഡോ. ഇവനിപ്പോൾ ശർക്കര കണ്ടിട്ടുള്ള ബഹളമാണ്. ശർക്കര 1 കിലോയുടെ ഇടിയപ്പ പൊടിയുമാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ ചെന്ന് മേടിക്കാൻ നോക്ക്. ഇപ്പോൾ അമൃതം പൊടി ആയതുകൊണ്ട് അധികം ചിലവർക്ക് താല്പര്യമില്ലാത്തവരുണ്ട്. ഞാൻ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർക്കൊന്നും മേടിക്കാറില്ലെന്ന് പറഞ്ഞു. അമൃതം പൊടി ആയതുകൊണ്ട് കുഞ്ഞിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാരണം അതിനൊരു മധുരം ഉള്ളതുകൊണ്ട് പൊതുവേ ഞങ്ങൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ചിലവർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അതിനൊരു പൊതുവേ ഒരു മധുരം ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പലരും മേടിക്കാത്തതുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ 2 മാസം കൂടുമ്പോൾ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കി. എന്തെങ്കിലും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ കിട്ടിയതെല്ലാം നമുക്ക് ഉപകാരപ്രദമല്ല. ഇപ്പോൾ റാഗിപ്പൊടി ആണെങ്കിലും ശർക്കരയാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും നമുക്ക് നമ്മൾ ഡെയിലി യൂസിൽ നമ്മുടെ അടുക്കളയിൽ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ശർക്കര തിന്നുന്ന ഒരാളിവിടെ നിന്നുണ്ട്. എൻ്റെ അഭിപ്രായം കാണിച്ച് കട്ട ശർക്കര തിന്നുന്നു. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്തവണ നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ ചെന്നൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കിട്ടുന്നെങ്കിൽ വെറുതെ കളയണ്ടല്ലോ. നമ്മൾ മേടിച്ചില്ലെങ്കിൽ അത് പിന്നെ ആ മാസത്തെ പോയല്ലോ. അതുകൊണ്ട് കളയണ്ടല്ലോ എന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത്തവണ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമൃതം പൊടി അല്ലാതെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷവുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ടാറ്റ, ബൈ ബൈ. ടാറ്റ, ടാറ്റ, ടാറ്റ.